ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം തേടാൻ സാധ്യത. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ വിശദ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം ജംഷഡ്പൂർ ലാബിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇക്കാര്യം SIT ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് കോടതിയെ സമർപ്പിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഇനിയും കുറ്റപത്രം സമർപ്പിക്കുന്നത് ദീർഘമായി നീണ്ടുപോകും എന്നാണോ മനസ്സിലാകുന്നത്? എപ്പോഴേക്ക് അന്വേഷണ ഫലം, പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് SIT കരുതുന്നത്? ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ കേസിന്റെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച ഘട്ടത്തിലാണ് മാർച്ച് 31 അതല്ലെങ്കിൽ അതിനു മുൻപോ ഈ കേസിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് SIT അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിൽ SITയെ സംബന്ധിച്ച് അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളി ഈ പരിശോധനാ ഫലം ലഭ്യമാകാത്തതാണ്. നേരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഇതിന്റെ പരിശോധന നടത്തിയെങ്കിലും അതിൽ ചില വ്യക്തത കുറവുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ജംഷഡ്പൂരിലെ ലാബിലേക്ക് ഇതിന്റെ പരിശോധനാ ഫലത്തിന് വേണ്ടി അയച്ചത്. ആ ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കേസിൽ പരിശോധനാ ഫലം ഏറെ നിർണായകമാണെന്ന് ഹൈക്കോടതി തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയൊക്കെ പരിഗണിക്കുമ്പോൾ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം, കുറച്ച് സമയം കൂടി SITക്ക് നൽകൂ എന്ന നിലപാടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ എടുത്തത്. അതുകൊണ്ട് അധിക സമയം ആവശ്യപ്പെടുന്ന SIT നടപടി അംഗീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ എപ്പോൾ ഈ പരിശോധനാ ഫലം വരും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് ഇന്നായിരിക്കും SIT ഹൈക്കോടതിയെ അറിയിക്കുക. മറ്റൊന്ന് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ, പ്രത്യേകിച്ച് അന്ന് UDFന്റെ ദേവസ്വം ബോർഡാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അവരുടെ കാലത്താണ് ഈ പുനഃപ്രതിഷ്ഠ നടന്നത്. അതിൽ ഗുരുതര ക്രമക്കേടുണ്ട് എന്നാണ് പ്രാഥമികമായി ചില അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തും. സിനിമാ നടന്മാരടക്കം, മോഹൻലാൽ അടക്കമുള്ള 27 പേരുടെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ കേസിന്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ H. വെങ്കടേഷും അതോടൊപ്പം തന്നെ SP ശശിധരനും നേരിട്ട് കോടതിയിൽ ഹാജരാകി കാര്യങ്ങൾ വിശദീകരിക്കും. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.